13,000 രൂപയുടെ ഇടിവില സ്വർണം. വെള്ളിക്ക് കുറഞ്ഞത് 32,000 രൂപ. അടുത്ത ആഴ്ചയിലും വില കുറയും. ഈ ആഴ്ച വിലയേറിയ ലോഹങ്ങൾക്ക് ശക്തമായ വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. സ്ഥിരതയുള്ള US ഡോളറും ഫെഡറൽ റിസർവിന്റെ വിലയും വിപണി വികാരത്തെ ബാധിച്ചു. ഇത് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങള്, വർദ്ധിച്ചുവരുന്ന ക്രൂഡ് ഓയില് വിലകള്, ദുർബലമായ ഇക്വിറ്റി മാർക്കറ്റുകള് എന്നിവയ്ക്കിടയിലുള്ള പതിവ് സുരക്ഷിത നിക്ഷേപ ആവശ്യകതയെ മറികടക്കുന്നു. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചില് MCX സ്വർണ്ണ ഫ്യൂച്ചറുകള് ദിവസം 0.23% ഉയർന്ന് 10 ഗ്രാമിന് 1,44,825 രൂപയില് ക്ലോസ് ചെയ്തു. ആഴ്ചതോറുമുള്ള അടിസ്ഥാനത്തില് ലോഹം 10 ഗ്രാമിന് ഏകദേശം 13,641 രൂപയുടെ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തി. ഇത് ഏകദേശം 8.6% ഇടിവിലേക്ക് നയിച്ചു. വെള്ളിയും സമാനമായ പ്രവണത പിന്തുടർന്നു. ഏറ്റവും പുതിയ സെഷനില് MCX വെള്ളി ഫ്യൂച്ചറുകള് കിലോയ്ക്ക് 2% ഉയർന്ന് 2,26,772 രൂപയില് ക്ലോസ് ചെയ്തു. പക്ഷേ ആഴ്ചയിലെ ഏകദേശം 32,663 രൂപ കുറഞ്ഞ് 12.59% ഇടിവ് രേഖപ്പെടുത്തി. ലാഭ ബുക്കിംഗ്, ശക്തമായ US ഡോളര്, മിഡിൽ ഈസ്റ്റ് ജിയോപൊളിറ്റിക്കല് സംഭവവികാസങ്ങളിൽ നിന്നുള്ള സമ്മിശ്ര സൂചനകള് എന്നിവയാല് നയിക്കപ്പെടുന്ന മൂർച്ചയുള്ള തിരുത്തല് ഘട്ടത്തെ തുടർന്ന് വിലയേറിയ ലോഹങ്ങള് വരാനിരിക്കുന്ന ആഴ്ചയിലെ ദൃശ്യമായ സമ്മർദ്ദത്തിലാണ് പ്രവേശിക്കാന് പോകുന്നത്. എൻഡിച്ച് മണിയുടെ CEO പൊന്മുടി ആര് പറഞ്ഞു. 1,55,000 മൈനസ് 1,60,000 രൂപ ശ്രേണിയിലെ ഉയർന്ന നിലയിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം MCX ഗോൾഡ് അർത്ഥവത്തായ തിരുത്തല് സമ്മർദ്ദം നേരിട്ടതായി പൊന്മുടി അഭിപ്രായപ്പെട്ടു. നിലവിലെ ഇത് 1,40,000 മൈനസ് 1,45,000 രൂപയിലാണ്. 1,42,000 രൂപയ്ക്ക് മുകളിൽ വില നിലനിർത്തുന്നത് 1,50,000 മുതൽ 1,52,000 രൂപ വരെയുള്ള വില വീണ്ടെടുക്കലിന് പ്രധാനമാണ്. പുതിയ വില വർധന ഉണ്ടായാൽ 1,55,000 മുതൽ 1,60,000 രൂപ വരെ വില ഉയരും, പൊന്മുടി പറഞ്ഞു. മറുവശത്ത് 1,42,000 രൂപയില് താഴെയുള്ള നിർണായകമായ വിലയിടിവ് വിലകളെ 1,35,000 മുതൽ 1,40,000 രൂപ വരെയുള്ള നിർണായക ഡിമാൻഡ് മേഖലയിലേക്ക് താഴ്ത്തിയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ MCX സിൽവറിന് 2,20,000 രൂപ മുതൽ 2,15,000 രൂപ വരെയുള്ള ഡിമാൻഡ് സോണില് പിടിച്ചു നിൽക്കാന് കഴിയാത്തത് വെള്ളി വില 2,00,000 രൂപയിലേക്കോ 1,80,000 രൂപയിലേക്കോ കൂടുതൽ താഴാന് ഇടയാക്കുമെന്ന് പൊന്മുടി പറഞ്ഞു. 2,15,000 രൂപയ്ക്ക് മുകളിൽ നിലനിർത്തുന്നത് 2,40,000 രൂപയിലേക്കും തുടർന്ന് 2,50,000 രൂപയിലേക്കും തിരിച്ചുവരവിന് സഹായകമായേക്കാം. വാങ്ങല് ശക്തി മെച്ചപ്പെട്ടാൽ കൂടുതൽ നേട്ടമുണ്ടാകും, പൊന്മുടി പറഞ്ഞു. എന്നിരുന്നാലും ഘടനാപരമായി പ്രതീക്ഷകൾ പോസിറ്റീവായി തുടരുന്നു. വ്യവസായ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ വാർഷിക സ്വർണ്ണ ആവശ്യം 7,800,000 ടൺ പരിധിയിൽ തുടരുന്നു. ഇത് അതിന്റെ ശക്തമായ അടിസ്ഥാന ഉപഭോഗ അടിത്തറയ്ക്ക് അടിവരയിടുന്നുവെന്ന് ശൃംഗാർ ഹൌസ് ഓഫ് മംഗളസൂത്രയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ചേതൻ തദേശ്വർ പറഞ്ഞു. വിലയിലെ ഇടിവിന് ശേഷം ഡിമാൻഡിൽ നിന്ന് നല്ല പ്രതികരണം ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹാവശ്യത്തിന് വാങ്ങുന്നവര് വീണ്ടും വിപണിയിൽ പ്രവേശിച്ചു. ഇത്തരം തിരുത്തലുകൾ അടിഞ്ഞുകൂടിയ ഡിമാൻഡ് ഇല്ലാതാക്കുന്നു. ഇപ്പോൾ പ്രധാന ആഭരണ വിപണികളിലും ഇതേ പ്രവണത ദൃശ്യമാണ്, തദേശ്വർ അഭിപ്രായപ്പെട്ടു. ഉപഭോക്താക്കള് അവരുടെ വാങ്ങലുകളില് കൂടുതൽ മൂല്യബോധമുള്ളവരും തന്ത്രപരവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വർണ്ണത്തിന്റെ വൈകാരികവും സാംസ്കാരികവുമായ പ്രാധാന്യം ആവശ്യകതയെ പ്രതിരോധശേഷിയുള്ളതായി ഉറപ്പാക്കുന്നു എന്ന് തദേശ്വർ കൂട്ടിച്ചേർത്തു. മുൻകാലങ്ങളിലെ ഉയർന്ന മൂല്യങ്ങൾ പരീക്ഷിച്ചതിനുശേഷം വിലയേറിയ ലോഹങ്ങൾ പിൻവലിക്കല് ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഉയർന്ന സംഭവ അപകട സാധ്യതകൾക്കിടയിലും ജാഗ്രത വികാരത്തെ സ്വാധീനിക്കുന്നതിനാല് വിലകൾ ഇപ്പോൾ പ്രധാന പിന്തുണാ മേഖലകളിലേക്ക് നീങ്ങുന്നു, പൊന്മുടി പറഞ്ഞു. ദീർഘകാല മാക്രോ ടെയിൽവിൻസ് പിന്തുണയുള്ളതായി തുടരുന്നതിനാല് ശക്തമായ പിന്തുണാ മേഖലകൾക്ക് സമീപം ഒരു തിരഞ്ഞെടുത്ത വാങ്ങല് ഓണ ഡിപ്സ് തന്ത്രം അഭികാമ്യമാണ്, പൊന്മുടി പറഞ്ഞു. ഡോളര് ശക്തിയിൽ നിന്നുള്ള ഹ്രസ്വകാല സമ്മർദ്ദങ്ങളും ഭൗമരാഷ്ട്രീയ ഇളവുകളുടെ സൂചനകളും ഉയർച്ചയെ പരിമിതപ്പെടുത്തുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.